ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൾ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചനാവേസ്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ആന ഡോക്ടർ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്ത്? ഡോക്ടർ കെ കൃഷ്ണമൂർത്തിയുടെ, അതായത് ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തിയുടെ കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്കറിയാം അല്ലെ. പാഠം എഴുതണം, ആരാണ് എഴുതിയത് എന്ന് എഴുതണം, അതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് ആരാണ് ആന ഡോക്ടർ എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിട്ടുള്ളത്? ആരാണ് എഴുതിയിട്ടുള്ളത്? ബി ജയമോഹനാണ്. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതാ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഷെയർ ബട്ടൺ ഷെയർ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നമുക്കൊരു ലൈവ് നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മാക്സിമം എല്ലാവരുടെ അടുത്തും ഒന്ന് അറിയിക്കുക. അപ്പോൾ മാക്സിമം യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ആരാണ് ബി ജയമോഹൻ? നമുക്കറിയാം, പ്രശസ്ത ഒരു തമിഴ് നോവലിസ്റ്റ് ആണ് ആര്? നമ്മുടെ ബി ജയമോഹൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം, പ്രശസ്ത തമിഴ് നോവലിസ്റ്റ് ആയിട്ടുള്ള ബി ജയമോഹന്റെ എന്താ പറയുക നോവലാണ് ആന ഡോക്ടർ എന്ന് പറയുന്നത്. ആന ഡോക്ടറിലെ ഒരു പ്രധാന ഭാഗമാണ് നമുക്ക് പാഠമായിട്ട് തന്നിട്ടുള്ളത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ കൃഷ്ണമൂർത്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എഴുതാം, ആന ഡോക്ടർ എന്നറിയപ്പെട്ട ഡോക്ടർ വി കൃഷ്ണമൂർത്തി തമിഴകത്തിലെ പ്രധാന മൃഗഡോക്ടറും വനസംരക്ഷകനും ആയിരുന്നു. 1923 ജനിച്ചു. മദ്രാസ് വെറ്റിനറി കോളേജിൽ നിന്നും ബിരുദം നേടി. ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച ആളാണ് ഡോക്ടർ കെ. വന്യമൃഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം വേണമെന്ന് എഴുതിയും പോരാടിയും വിജയിച്ചു. ആനകൾക്ക് പറ്റിയ സ്ഥലം കാടുകളാണെന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞു. ക്ഷേത്രങ്ങളിലെ ആനകളെ കൊല്ലത്തിൽ ഒരിക്കൽ കാടുകളിലേക്ക് കൊണ്ടുപോകണമെന്നും കൊണ്ടുചെന്ന് 1 മാസം താമസിക്കണമെന്നുള്ള പദ്ധതി ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു നമ്മുടെ കെ കൃഷ്ണമൂർത്തിയാണ് അല്ലെ. എന്താ പറയുക, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഏഷ്യൻ എലിഫന്റ് സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനകൾ, ഇത്തരത്തിലുള്ള പല സംഘടനകളും ആരംഗമായിരുന്നു? നമ്മുടെ ഡോക്ടർ കെ അംഗമായിരുന്നു. വനസംരക്ഷകർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടുള്ള വേണുമേനോൻ അലയൻസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2 ഡിസംബർ 9 ഡോക്ടർ കെ നിര്യാതനാകുന്നത്, മരണപ്പെടുന്നത്. ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അല്ലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഒരു കഥ എഴുതാനിടയായിട്ടുള്ള സാഹചര്യം, ഇതൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കഥാപാത്ര നിരൂപണത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. പത്തനംതിട്ട ഗവിയിലെ മുൻ ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്ന ബഷീർ പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ വെച്ചാണ് ജയമോഹൻ ഡോക്ടർ കെയുടെ ജീവിതം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു സഹപ്രവർത്തകന്റെ അനുഭവത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. ആനകൾക്കായി ജീവിച്ച ആളായിരുന്നു ഡോക്ടർ കെ. ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച അദ്ദേഹം വന്യമൃഗങ്ങൾ ചാകുമ്പോൾ പോസ്റ്റ്മോർട്ടം വേണമെന്ന ആവശ്യത്തിനായി പോരാടുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കാടുകളിൽ ആനകൾ ചരിയുന്നത് വേട്ടയാടലിന്റെ ഫലമായിട്ടാണെന്ന് അറിയുന്നത്. 18 ആനകളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അതിൽ 12 എണ്ണവും വെടിയേറ്റാണ് ചരിഞ്ഞതെന്ന് ബോധ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആനയും ഡോക്ടറും തമ്മിലുള്ള ബന്ധം എന്താണ്? വെറും ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉദാഹരണങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വേണം നമ്മുടെ ഡോക്ടർ കെക്ക് എത്രത്തോളമായിരുന്നു മൃഗങ്ങളോടുള്ള സ്നേഹം എന്ന് കാണിച്ചുകൊണ്ട് വേണം നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട്. ഡോക്ടർ കെക്ക് ആനകൾക്ക് വെറും ഒരു ഡോക്ടർ അല്ല, സുഹൃത്തും രക്ഷകനുമാണ്. ഡോക്ടർക്കാകട്ടെ ആനകളോട് വെറും ഒരു മൃഗം എന്നതിനും അപ്പുറമുള്ള ഒരു ആത്മബന്ധമുണ്ട്. കുപ്പിച്ചില് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ ഒരു പിടിയാനയെ ഡോക്ടർ കെ രക്ഷപ്പെടുത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായിരുന്ന കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് ഈ ആത്മബന്ധം കാരണമാണ്. അവർ തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതൊക്കെ കൊട്ടേഷനിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ നമ്മുടെ ഡോക്ടർ കെയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ഈ പോയിന്റ്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം അല്ല. എന്തൊക്കെയാണ്? ആനയോട് ഈസി എന്ന് പറയുന്നത്, പാവം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ തുമ്പിക്കൈ നീട്ടി ആന ഡോക്ടറെ തൊടുന്നത്, അതൊക്കെ ഇവർ തമ്മിലുള്ളൊരു ആത്മബന്ധം കാരണമാണ്. അതുപോലെ തന്നെ 1.5 വർഷം മുൻപ് ചികിത്സിച്ച ഒരു ആനയുടെ കുട്ടിയാണ് അല്ലെ ഇദ്ദേഹത്തെ തിരഞ്ഞു വരുന്നത്. അതും എന്താണ്? ഈ ഡോക്ടറോടുള്ള അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് ആനകളോടും ആനയ്ക്ക് ഡോക്ടറോടുമുള്ള ഒരു ആത്മബന്ധം കാരണമാണ്. അതുപോലെ തന്നെ ഹീ ഈസ് എ ടസ്കർ അല്ലെ, മൈ ആൽഫ
മെയിൽ എന്ന് പറയുന്നത് ഇതെന്താണ് ഒരു അല്ലെ എന്താണ് പറയുക കാട്ടാനയാണ് അല്ലെ എന്താ പറയുന്നത് അത് അത്രത്തോളം എന്താണ് പ്രഗത്ഭനായിട്ടുള്ള ഒരു അല്ലെ ആനയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണ് ആനയോടുള്ള ഒരു ആത്മബന്ധം കാരണമാണ്. കുട്ടിയാനയെ ചികിത്സിച്ച ശേഷം ഡോക്ടർ കെയും ആഖ്യാതാവും മടങ്ങാൻ, ആഖ്യാതാവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സഹപ്രവർത്തകന്റെ കണ്ണിലൂടെയാണ് അല്ലെങ്കിൽ സഹപ്രവർത്തകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കാണ് ഈ ഒരു കഥ പോകുന്നത്. അപ്പൊ ആ സഹപ്രവർത്തകനും ഡോക്ടർ കെയും മടങ്ങുന്ന സമയത്ത് എന്താ പറയാ ആനക്കൂട്ടം ഒന്നടങ്കം ചിഹ്നം വിളിച്ച് അദ്ദേഹത്തിന് എന്താണ് നന്ദി സൂചിപ്പിക്കുന്നതും എന്താണ് ഈ ഒരു ആത്മബന്ധം കൊണ്ടാണ്. ഇങ്ങനെയുള്ള എന്താ പറയാ സൂചനകളും പ്രയോഗങ്ങളും അതുപോലെ തന്നെ എന്താണ് സന്ദർഭങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കെയുടെ അല്ലെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടി. നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ എന്താണ് ഒരു മൃഗസ്നേഹിയാണ് ഡോക്ടർ കെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്ര നിരൂപണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഥാപാത്ര നിരൂപണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എല്ലാ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ക്രോഡീകരിച്ചു കൊണ്ട് വേണം കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. അറിയാലോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. പാഠം എഴുതിക്കൊള്ളണം, എഴുത്തുകാരനെ പരാമർശിച്ചു കൊള്ളണം, ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞതിന് ശേഷം വേണം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ഈ കഥയിലുള്ള സ്ഥാനം എത്രയാണെന്നും അദ്ദേഹത്തിന് ഈ ആനകളോടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് വെറും മൃഗങ്ങളോടുള്ള സ്നേഹമല്ല എന്നും അതിന് ഉദാഹരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു കഥാപാത്രമാണ് ഡോക്ടർ കെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. നമുക്ക് എനർജറ്റിക് ആയിട്ട് അല്ലെ തകർത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.